നമസ്കാരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സംബന്ധിച്ച് പീഡന നാൾവഴികളിലൂടെ സഞ്ചരിക്കാനോ മറ്റൊന്നിനും എനിക്ക് താല്പര്യമില്ല. അതിനെ സംബന്ധിച്ചൊരു വീഡിയോയും ഇനി ചെയ്യില്ല എന്ന് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മറ്റൊരു വിഷയമാണ്. ഇതിനോട് ബന്ധപ്പെട്ടത് തന്നെയാണ്, എന്നാൽ ചർച്ച ചെയ്തിരിക്കേണ്ട, മനസ്സിലാക്കിയിരിക്കേണ്ട മറ്റൊരു വിഷയമാണ്. മിനു മുനീർ എന്ന നടി, അവർ ഏതാനും ചലച്ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. ഒന്ന് രണ്ട് ചിത്രങ്ങളിൽ നമ്മളും അവരുടെ മുഖം കണ്ടിട്ടുണ്ട്. ഏതായാലും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ആദ്യമായി കേരളം ഒന്നിച്ച് ഞെട്ടിയത് ഇവരുടെ വായിൽ നിന്ന് വന്ന വാക്കുകൾ കേട്ടിട്ടാവും. കാരണം മുകേഷ് എന്ന MLA സംബന്ധിച്ച് അവർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ജയസൂര്യ സെക്രട്ടേറിയറ്റിൽ വെച്ച് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കേട്ടപ്പോൾ ഒരു ഇര എന്ന രീതിയിൽ ഇവർക്കൊപ്പം തന്നെയാണ് ഏവരും നിന്നത്. പക്ഷേ പിന്നെ പോകെ ഇവർ വേറൊരു തലത്തിലേക്ക് കടക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. കാരണം ഇനി ഇവർ പുറത്തുവിടാൻ പേരുകളൊന്നുമില്ല, പ്രത്യേകിച്ച് സിനിമാ മേഖലയിൽ. ഇപ്പൊ രാഷ്ട്രീയ നേതാക്കളും പലരും അവരെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ഏതായാലും ഇവരിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. ഇവരാരാണ് എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടി ചെറിയൊരു റിസർച്ച് നടത്തിയപ്പോൾ ഇവരുടെ വ്യക്തിജീവിതം തന്നെ വല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിൽക്കുകയാണ്. പല സമയത്ത് പല അഭിപ്രായങ്ങൾ പറയുന്ന ഒരു വ്യക്തിയാണ്. അവർ ആദ്യം ക്രിസ്തു മതത്തെക്കുറിച്ച് ഒരുപാട് സംസാരിച്ചിരുന്നു. ബൈബിളിലെ വചനങ്ങളൊക്കെ ഫേസ്ബുക്കിൽ തുടർച്ചയായി പോസ്റ്റ് ചെയ്തു. അതിനെപ്പറ്റി സംസാരിക്കുന്ന ഒരാളായിരുന്നു. അതിനുശേഷം അവർ ഇസ്ലാമിലേക്ക് മാറി. പിന്നീട് അവർ ബുർഖയൊക്കെ ധരിച്ചുകൊണ്ട് വന്ന് ഖുറാനെ പറ്റി സംസാരിക്കാൻ തുടങ്ങി. പിന്നെ ഒരു ഇന്റർവ്യൂവിൽ അവരുടെ ഭർത്താവാണെന്ന് പറഞ്ഞ് മുഹമ്മദ് മുനീർ എന്നൊരാളെ പരിചയപ്പെടുത്തുന്നു. അദ്ദേഹം ഒരു ന്യൂയോർക്ക് സിറ്റിസൺ ആണ്, മലേഷ്യയിലാണ് ജനിച്ചത്, ഇപ്പോഴുള്ളത് വേറെ ഏതോ രാജ്യത്താണ് എന്നൊക്കെ രീതിയിൽ അവർ പരിചയപ്പെടുത്തുന്നുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഈ അടുത്ത കാലത്ത് അവരുടെ ഒരു പിറന്നാൾ കേക്ക് മുറിക്കുന്ന വീഡിയോയിൽ അവർ ആലിംഗനം ചെയ്യുന്നത് മറ്റൊരു യുവാവിനെയാണ്. അപ്പോൾ ഇവരുടെ വ്യക്തിജീവിതം തന്നെ നമുക്ക് മനസ്സിലാകാത്ത രീതിയിൽ എന്തൊക്കെയോ അവ്യക്തതകൾ നിറഞ്ഞതാണ്. അപ്പോൾ പിന്നെ ഇവർ പറയുന്ന മറ്റു പല കാര്യങ്ങളും അവ്യക്തമാണ് എന്നതിൽ വലിയ ഒരു ഞെട്ടലിന്റെ കാര്യമൊന്നും നമുക്കില്ല, അതിശയോക്തിയൊന്നും അക്കാര്യത്തിലില്ല. പക്ഷേ ഈ വിഷയത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം, പല നിയമങ്ങളും പല ആനുകൂല്യങ്ങളും പലരും ദുരുപയോഗം ചെയ്യുന്ന ഒരു പ്രവണത നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അത് സ്ത്രീകളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച്. മറ്റൊരു വിഷയം ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു. ഭിന്നശേഷിക്കാർക്ക് കൊടുക്കുന്ന പ്രത്യേക പരിഗണന ദുരുപയോഗം ചെയ്ത ഒരാളെ പറ്റി, കുട്ടികൾക്ക് ലഹരി കച്ചവടം നടത്തിയ, പരസ്യമായിട്ട് ലഹരിയൊക്കെ കച്ചവടം ചെയ്ത ഒരാളുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ തന്നെ പ്രത്യേക പരിഗണന അർഹിക്കുന്ന പലരും അവരവരുടെ ആ ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ആ പരിഗണന അവർ മുതലെടുക്കാറുണ്ട്. ഇന്ത്യയിൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അനുകൂലമായി നിരവധി നിയമങ്ങൾ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ സ്ത്രീകൾ മുന്നിട്ട് ഇറങ്ങിയാൽ അതിൽ ചില കാര്യങ്ങളൊക്കെ അവർക്ക് സാധിച്ചെടുക്കാനും പറ്റും എന്നൊരു തിരിച്ചറിവ് ചിലർക്ക് ഉണ്ടായിപ്പോയിരിക്കുന്നു. അപ്പോൾ ഈ വിവരദോഷികളുടെ കയ്യിലോട്ടൊക്കെ ഇത്തരം നിയമങ്ങൾ കിട്ടിക്കഴിയുമ്പോൾ അവർക്ക് എന്ത് ചെയ്യണം എന്നറിഞ്ഞുകൂടാ. അതിനെ എത്രത്തോളം പരമാവധി ഉപയോഗപ്പെടുത്താമോ ദുരുപയോഗപ്പെടുത്താമോ അതവർ ചെയ്യുകയാണ്. പക്ഷെ അതിനെ നമുക്ക് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. വിവരവും വിവേകവുമുള്ള, വിദ്യാഭ്യാസവുമുള്ള, സംസ്കാര സമ്പന്നമായ ഒരു സമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റുന്ന പ്രവണതയല്ല ഇത്. ഇന്നലെ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നത് കലാഭവൻ മണിയെക്കുറിച്ച് ഇവർ പറഞ്ഞ കാര്യമാണ്. അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ കലയെയും അദ്ദേഹത്തിൻ്റെ പാട്ടുകളെയും അദ്ദേഹത്തെയും ഒക്കെ ആരാധിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടിൽ നിന്ന് വളർന്നു വന്ന ഒരു മികച്ച കലാകാരനാണ്. ഇന്നും അദ്ദേഹത്തെ നെഞ്ചേറ്റുകയാണ് മലയാളികൾ. കലാഭവൻ മണിയുടെ വീട്ടിൽ ചെന്നിരുന്നു. അദ്ദേഹം പേഴ്സണലായിട്ട് കാണണമെന്ന് ഇവരോട് ആവശ്യപ്പെട്ടു. കലാഭവൻ മണിയുടെ അടുത്തേക്ക് കൊണ്ട് എത്തിച്ചത് ജാഫർ ഇടുക്കിയാണ്. അമേരിക്കയിലോ മറ്റോ ഒരു പ്രോഗ്രാം കൂടെ ചെയ്യിക്കാം എന്ന് പറഞ്ഞാണ് പോയത്. അപ്പോൾ അവിടെ ചെന്നിരുന്നപ്പോൾ കലാഭവൻ മണി അകത്തേക്ക് ക്ഷണിച്ചു. പേഴ്സണലായിട്ട് സംസാരിക്കാൻ താല്പര്യമില്ലേ എന്ന് ചോദിച്ചപ്പോൾ താല്പര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കലാഭവൻ മണി ഇവരെ ബുള്ളറ്റിൽ കൊണ്ട് തിരികെ വിട്ടു എന്ന് പറയുന്നു. പിന്നീട് കുറേ നാളുകൾക്ക് ശേഷം പിന്നീട് ഒരു പ്രോഗ്രാം വന്നപ്പോൾ കലാഭവൻ മണി ഇതിൻ്റെ പക അവരുടെ അടുത്ത് കാണിച്ചു. ഇവരെ കൂടെ കൂട്ടിയില്ല, ഇവർക്ക് സ്റ്റേജിൽ പാടാൻ അവസരം നിഷേധിച്ചു. എന്നാൽ അതിനും കുറേ നാളുകൾക്ക് ശേഷം ഈ കാര്യങ്ങളെല്ലാം ഏറ്റുപറഞ്ഞുകൊണ്ട് ഇവരുടെ കാലിൽ വീണ് ഇവരോട് മാപ്പപേക്ഷിച്ചു കലാഭവൻ മണി എന്നൊക്കെയാണ് ഇവർ പറഞ്ഞു തള്ളുന്നത്. പറയുന്ന ഒരു കാര്യങ്ങൾക്കും വസ്തുനിഷ്ഠമായ തെളിവുകളോ ഒരു അടിസ്ഥാനമോ അല്ലെങ്കിൽ ഒരു വ്യക്തതയോ ഇല്ല. ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടി ജീവിക്കുന്ന ഒരു സമൂഹമാണിത്. ജോലി ചെയ്ത് ജീവിക്കുന്ന ആളുകൾ, അവർക്കൊരു കുടുംബമുണ്ട്, അവർക്ക് കുഞ്ഞുങ്ങളുണ്ട്, പ്രായപൂർത്തിയായ കുട്ടികളുമൊക്കെ കാണും. അപ്പോൾ വെറുതെ അന്തരീക്ഷത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ എടുത്ത് പറയുമ്പോൾ അവരുടെ വ്യക്തി ജീവിതത്തെ അത് ബാധിക്കുകയാണ്. ഇവർ സംസാരിച്ച് അല്ലെങ്കിൽ കോടതിയിലെത്തി ഇവർ നിരപരാധിയാണെന്ന് തെളിഞ്ഞാൽ പോലും ഒരിക്കൽ ഒരു പേര് ചാർത്തി കിട്ടിയാൽ, മുദ്ര കുത്തപ്പെട്ടാൽ അത് ജീവിതകാലം മുഴുവൻ അതവരെ വേട്ടയാടിക്കൊണ്ടിരിക്കും. ചിലർ ആത്മഹത്യ വരെ തിരഞ്ഞെടുത്തെന്നും വരാം. അപ്പോൾ ഇങ്ങനെ വ്യക്തികളെ അധിക്ഷേപിക്കുന്ന തരത്തിലേക്ക് നിയമങ്ങൾ മുതലെടുക്കുന്ന സ്ത്രീകൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ
നിയമങ്ങളൊന്നും നമ്മുടെ ഇഷ്ടത്തിനെടുത്ത് പന്താടാനോ നമ്മുടെ എന്തെങ്കിലും ലാഭത്തിനു വേണ്ടി, എന്ത് ലാഭവും ആകാം അത്, എന്തെങ്കിലും ഒരു ലാഭത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്താനുള്ളതോ അല്ല. ആ നിയമം നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ടുള്ള അവസ്ഥ വരുമ്പോൾ മാത്രമേ അതിൽ കൈവയ്ക്കാൻ പാടുള്ളൂ. അല്ലാതെ പുരുഷന്മാരെ എങ്ങനെയും, ഒരു പെണ്ണ് വിചാരിച്ചാൽ ഇപ്പം പെണ്ണൊരുമ്പെട്ടാൽ ബ്രഹ്മനും തർക്കില്ല എന്നൊക്കെ ഒരു പറയുന്നില്ലേ, അതൊന്നും ഈ ഒരു സെൻസ് വെച്ച് വന്ന സാധനമല്ല. പക്ഷെ ഇപ്പം എല്ലാവരും അത് പറയുന്നുണ്ട്. ഒരു പെണ്ണ് വിചാരിച്ചാൽ എന്തൊക്കെ നടക്കുമെന്നറിയാമല്ലോ, ഒരു പെണ്ണിനെ തൊട്ട് കളിച്ചാൽ എന്ത് നടക്കുമെന്നറിയാമല്ലോ. ഞാനൊന്ന് ഒച്ച വെച്ചാൽ, അല്ലെങ്കിൽ ഞാനൊരു കേസ് കൊണ്ടു കൊടുത്താൽ അങ്ങനെ ചെയ്തു കളയും, ഇങ്ങനെ ചെയ്തു കളയും. അതൊന്നും ശരിയല്ല. പെണ്ണ് ആണ് എന്നത് മാറ്റി നിർത്തി എല്ലാവരെയും വ്യക്തികളായിട്ട് കണ്ടു വേണം ഇടപഴകാനും അവരുടെ അടുത്ത് പ്രതികരിക്കാനും. ഒരാളിൽ നിന്നൊരു മോശം അനുഭവം ഉണ്ടായോ, സ്പോട്ടിൽ പ്രതികരിക്കാൻ ശേഷിയുള്ള ഒരാളാണെന്നാണ് ഇവരുടെ പല ഇൻ്റർവ്യൂ കണ്ടപ്പോൾ മനസ്സിലായത്. അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യമുള്ള ആളായിരുന്നു, അന്നൊന്നും അത് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇനി അവർ പുറത്തു പറയാൻ പേരുകളൊന്നും ബാക്കിയില്ല. അപ്പോൾ വളരെ മോശമായിട്ടുള്ള ഒരു പ്രവണതയാണ് ഈ കാണിക്കുന്നത്. ഇവരോട് മാത്രമല്ല പല സ്ത്രീകളോടും പറയാനുള്ളത്, ഇപ്പോൾ എന്തെങ്കിലും, ഇപ്പോൾ രണ്ട് വീട്ടുകാർ തമ്മിലുള്ള വഴക്ക്, അയൽവക്കങ്ങൾ തമ്മിലുള്ള ഒരു വഴക്ക്, ഇപ്പുറത്തൊരു സ്ത്രീ അപ്പുറത്ത് നിൽക്കുന്ന ഒരു പുരുഷൻ്റെ അടുത്ത് മോശമായിട്ട് പെരുമാറിയാലും തിരിച്ച് അയാൾ എന്തെങ്കിലും ചെയ്തു എന്നുള്ള രീതിയിൽ അത് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കാറുണ്ട്. അല്ലെങ്കിൽ ഇവർ തമ്മിൽ ഒരു വാക്കേറ്റം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എങ്കിലും ഇയാൾ എൻ്റെ ശരീരത്ത് സ്പർശിച്ചു എന്ന രീതിയിലൊക്കെ കൊണ്ട് കള്ളക്കേസുകൾ കൊടുക്കുന്ന സംഭവങ്ങളൊക്കെ ഇഷ്ടം പോലെ നമ്മൾ കണ്ടിട്ടുണ്ട്, നേരിട്ട് കണ്ടിട്ടുണ്ട്, വായിച്ചുമൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അതൊന്നും ശരിയല്ല. എന്തിനാണ് ആദ്യം ഈ നിയമങ്ങൾ ഇന്ത്യയിൽ കൊണ്ടുവന്നത്? ഇപ്പോഴും അത് എന്തിനു വേണ്ടിയാണ് നിലനിൽക്കുന്നത്? സ്ത്രീകളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ്, അല്ലാതെ ആരുടെയും ലാഭങ്ങൾക്ക് വേണ്ടിയല്ല, നമുക്ക് എന്തെങ്കിലും നേടിയെടുക്കാൻ വേണ്ടിയല്ല. ഇഷ്ടമുള്ള പുരുഷനെ സ്വന്തമാക്കാൻ വേണ്ടി നിയമങ്ങൾ ദുരുപയോഗപ്പെടുത്തുന്ന സ്ത്രീകളുണ്ട്. സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയാണ് പ്രധാനമായിട്ടും ഇങ്ങനെ ദുരുപയോഗം ചെയ്യുന്നത്. അല്ലെങ്കിൽ ജയിച്ചു എന്ന് വരുത്താൻ വേണ്ടി, ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും കലഹങ്ങൾ ഉണ്ടാകുമ്പോൾ ജയിക്കാൻ വേണ്ടി നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നവർ, ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ജീവനും ജീവിതത്തിനുമൊക്കെ വില ഒന്നു തന്നെയാണ്. അവരും ഇനി മുന്നോട്ട് ജീവിക്കേണ്ട ആളുകളാണ്. സഹജീവി സ്നേഹം എന്ന അടിസ്ഥാന ഗുണം ഉള്ളവർക്ക് ഒരിക്കലും ഇത്തരം കാര്യങ്ങളിലേക്ക് പോകാൻ കഴിയില്ല. ഇപ്പോൾ ഈ മിനു മുനീറിൻ്റെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്, സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകളാണെങ്കിലും എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരിമാരും എൻ്റെ അനിയത്തിമാരും എല്ലാവരും ചിന്തിക്കണം. നമുക്കൊരിക്കലും നിയമം നൽകുന്ന ആനുകൂല്യം നമ്മുടെ ലാഭങ്ങൾക്ക് വേണ്ടിയല്ല. അതുമാത്രമാണ് എൻ്റെ ഇന്നത്തെ വീഡിയോയുടെ കാതൽ പോയിന്റ്.